എന്തമ്മ? ഒന്നുമില്ല. എന്താ അമ്മയ്ക്കൊരു വിഷമം? എനിക്ക് സന്തോഷമല്ലേടാ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ പോകുമ്പോൾ ഈ ഡ്രസ്സ് വിട്ട് ഈ തൊപ്പിയും വെച്ചുകൊണ്ട് തന്നെ പോകണം. കൊണ്ടുപോകേണ്ട രേഖകളൊക്കെ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്, ഈ പെട്ടിയും കൊണ്ടുപോകണം. എന്താ ഇനി ഇതിനകത്ത് വെക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ നീ നോക്കിക്കോ, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എന്തമ്മ? നീ രാജ്യത്തിന് വേണ്ടി പോരാടാനാണ് പോകുന്നത്, അറിയാലോ. ഹവീൽദാർ വീരഭദ്രൻ നായരുടെ മകനാണ് നീ, മനസ്സിലായോ? അദ്ദേഹത്തിന്റെ പേരും പെരുമയും നീ നിലനിർത്തണം. മനസ്സിലായല്ലോ? നീ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി വരും. വീരഭദ്രൻ നായരുടെ മകൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേരുണ്ടാക്കിയിട്ടാണ് അദ്ദേഹം, അറിയാം. അമ്മ, എനിക്ക് ഇപ്പൊ കൂടുതൽ ആളുകളെ പട്ടാളത്തിലേക്ക് എടുക്കുന്നത് ശരിക്കും അവിടെ യുദ്ധം നടക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അതിന് അല്ല, യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആളെ എടുക്കുന്നത്. അതെ, യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആളിനെ എടുക്കുന്നത്. അത് നല്ലതല്ലേ? രാജ്യത്തിന് വേണ്ടി പോരാടാനല്ലേ, രാജ്യം സുരക്ഷിതമാക്കാനല്ലേ നീ പോണം. നിനക്ക് അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മ സഹിക്കും. നിനക്ക് എന്തങ്ങനെ സംഭവിച്ചാലും രാജ്യത്തിന് വേണ്ടി പോരാടുന്ന നിനക്ക് എന്ത് സംഭവിച്ചാലും അമ്മ സഹിക്കും. എന്ത് സംഭവിക്കണോ? ഒന്നും സംഭവിക്കില്ല. സംഭവിക്കില്ല. അഥവാ അങ്ങനെ നിനക്ക് യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞൊരു പേടി പോലെ തോന്നിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തിനാ നീ പേടിക്കുന്നത്? അല്ല, അറിയാതെ നമുക്ക് പരിചയമില്ലല്ലോ. ഇപ്പൊ അതിർത്തിയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എങ്ങാനും വെടിവെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തോക്ക് പോലും ഞാൻ ഇന്നുവരെ പിടിച്ചിട്ടില്ലല്ലോ. ഇടാ, നിന്നെ കൊണ്ടുചെന്ന ഉടനെ അങ്ങ് അതിർത്തിയിലോട്ട് അയക്കത്തില്ല യുദ്ധത്തിന്. തൽക്കാലം അവിടെ ആളൊക്കെ കാണും. നിനക്ക് ട്രെയിനിങ് ഒക്കെ തന്നിട്ടേ നിന്നെ വിടത്തുള്ളൂ. ഭയം പാടില്ല. രാജ്യത്തിന്റെ സുരക്ഷിതത്തിനാണ് നിന്നെ കൊണ്ടുപോകുന്നത്, ഓർമ്മ വേണം. ഹവീൽദാർ വീരഭദ്രൻ നായർ എല്ലാ തുറകളിലും അവിടെ വരെ പിടിച്ചു പറ്റി പേരും പ്രശസ്തിയും പിടിപ്പിച്ച ആളാണ്, അറിയാലോ. അത് നീ ഉണ്ടാക്കിയെടുക്കണം. ഈ പെട്ടി എന്തായാലും ഒന്ന് മാറ്റാം. നമുക്ക് വേറെ നല്ലൊരു പെട്ടി വാങ്ങിക്കാം, അതാ നല്ലത്. ഷർട്ടൊക്കെ ഇത് ഏതായാലും ഉടുപ്പ് തന്നെ ഇട്ട് പോകേണ്ടി വരും. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഈ ഡ്രസ്സ് ഇടണമെന്ന്. പെട്ടി എടാ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന പെട്ടിയാണിത്. പിന്നെ ഞാനിനിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് തങ്കത്തിനോടൊക്കെ ചോദിച്ചിട്ട് വൃത്തിയായിട്ടൊക്കെ ചെയ്യണം. ആ ക്ലീറ്റസ് കൊള്ളരുതാത്തവനാണെങ്കിലും ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും പിന്നെ അവനെ ഇവിടെ ആണായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വെറുതെ വഴക്കിനും ഇതിനൊന്നും പോരുതമ്മ. ഞാൻ ഒന്നിനും പോകത്തില്ല, നീ ഒരു കാരണവശാലും പേടിക്കണ്ട. അല്ല, നിന്റെ അച്ഛൻ പോയ കാലത്ത് ആദ്യമൊക്കെ ഞാനിവിടെ കുറേ നാൾ ഒറ്റയ്ക്കല്ലായിരുന്ന, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ പേടിയൊന്നും വേണ്ട, മോൻ നല്ലതുപോലെ പോയിട്ട് വരണം കേട്ടാ. ഇത് എന്തോ അറിയാം, നിനക്ക് തൊട്ട് ചേരുന്നില്ല കേട്ടോ. അല്ലേ, അവൻ ഫ്രാൻസൈസിന് പോവല്ല, പട്ടാളത്തിൽ പോവുക. ഈ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട് പോണെന്ന് പ്രത്യേകം പറഞ്ഞതാ. ഈ തൊപ്പി അച്ഛന്റെ ഉടുപ്പാണമ്മ. അളിയൻ നേരിട്ട് വന്ന് നിക്കണ പോലെ കുറച്ച് ഉയരം കുറവുണ്ട് അല്ലേ? അതുപോലെ തലമുറ കഴിയുമ്പോ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അമ്മാവ. ഹവീൽദാറിന് ഇതേ പൊക്കമായിരുന്നു. കുറച്ച് കുറവുണ്ട്. മാമ ലീവിന് വരുമ്പോ മോക്ക് എന്ത് കൊണ്ടുവരണം? എനിക്ക് പട്ടാളക്കാർ ബാഗ് കൊണ്ടുവരും. അതേ ആളിവിടെ ഞങ്ങൾ പോയില്ല. അതിനുമ്പോ ലീവിന്റെ കാര്യമൊക്കെ പറഞ്ഞ നിനക്ക് പോസ്റ്റിംഗ് വാഗാ ബോർഡറിൽ എന്നല്ലേ പറഞ്ഞത്? അങ്ങ് കുന്നംകുളത്ത് എന്റെ കൊച്ചെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ. അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ലീവ് എന്തെന്നും പറഞ്ഞ വെറുതെ വ്യാമോഹിക്കല്ലേ. ചില മണ്ടന്മാര് പറയുന്നത് കേട്ടിട്ട് ഒന്നും വിഷമിക്കരുത്. ഒരു പട്ടാളക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സഹിക്കാനും പൊറുക്കാനും തയ്യാറായി. നീ അമ്മയെ കണ്ടു പഠിക്കടി. വേഗം വരും കേട്ടോ. അപ്പൊ അമ്മ ഞാനിറങ്ങട്ടെ. അറിയാ അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞ പോലെ. പിന്നെന്താ, നിനക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? എനിക്ക് നീ വരുമ്പോ ഒന്നും കൊണ്ടുവരണ്ട. ഇപ്പൊ പോകുമ്പോ കൈ കിടക്കുന്ന വാച്ച് പറ്റുമെങ്കിൽ തന്നിട്ട് പോ. അയ്യോ, വാച്ച് തരാൻ പറ്റില്ല അളിയാ. വാച്ച് അച്ഛൻ പട്ടാളത്ത് വരുമ്പോ കൊണ്ടുവന്നു അല്ലമ്മ. അപ്പൊ അത് തരാൻ പറ്റില്ല. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ ആധാരം തന്നാലും മതി. വേണ്ട. ഓക്കെ ഹവീൽദാർ കനകൻ ബായ്. നീ പോടാ പുല്ലേ.
ഞാൻ പിടിക്കാം മാറങ്ങാട് പട്ടാളത്തെ പോയിട്ട് എന്തെടുക്കുമല്ലോ. Alien versus Alien.